ഹലോ വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസിലെ ക്രാഫ്റ്റ് നമ്പർ 5 ആണ്. ക്രിസ്മസ് ഡെക്കറേറ്റീവ് ബോൾ. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബോളാണ്. ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഗ്ലിറ്റർ ബോളാണ്. എല്ലാവരും വീഡിയോ മുഴുവൻ കണ്ടു നോക്കൂട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഞാൻ ഇവിടെ 2 ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 2 ഷീറ്റിൽ നിന്നും 9 പീസസ് വീതം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സെന്റിമീറ്റർ വീതിയും 9.5 സെന്റിമീറ്റർ നീളമാണ് ഇതിന്റെ മെഷർമെന്റ്. 1.5 സെന്റിമീറ്റർ ഈ പീസിന്റെ മുകളിലും താഴെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോർഷൻ ഇനി വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസസും ഇതുപോലെ 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ പീസസും വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 5 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയിലും ഇതുപോലെ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ 1 സെന്റിമീറ്റർ വീതിയിൽ ഒരു ചെറിയ പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കണം. 1.8 സെന്റിമീറ്റർ വീതിയിൽ ഞാൻ 2 പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനൊരു മാർക്കർ വെച്ച് 2 സൈഡിലും സെന്റർ പോർഷനിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസസും ഗ്ലൂ ഉപയോഗിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. റെഡ് കളർ മുഴുവൻ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സിൽവർ കളറും നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 റെഡ് പീസുകൾക്ക് ഇടയിലായിട്ട് ഒരു സിൽവർ പീസ് വരുന്ന വിധത്തിൽ വേണം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. ഓരോ പീസും സ്റ്റിക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ സിൽവർ കളറും ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വീണ്ടും റെഡ് കളർ പീസുകളെ ഓരോന്നായിട്ട് സിൽവർ കളറിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. സിൽവർ കളർ പീസസും ഇതുപോലെ റെഡിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ പീസസും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്ലിറ്റർ ക്രിസ്മസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു ത്രെഡ് കൂടെ വെച്ചു കൊടുക്കണം. അതിന് ഞാൻ 2 സെന്റിമീറ്റർ വീതിയും 7 സെന്റിമീറ്റർ നീളമുള്ള റെഡ് കളർ ഗ്ലിറ്റർ പീസ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒരു ത്രെഡ് വെച്ചു കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇനി ഇത് നമുക്ക് ഈ ഗ്ലിറ്റർ ബോളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ റെഡ് കളർ പീസസ് ഉള്ള ഭാഗത്ത് വേണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ഗ്ലിറ്റർ ക്രിസ്മസ് ഡെക്കറേറ്റീവ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ?
ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗ്ലിറ്റർ ബോൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സ് ഒക്കെ കമന്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായി ഉടൻ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ.